മറ്റൊരു മഴക്കാലം കൂടി നനയാൻ വിധിക്കപ്പെടുകയാണ് ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. 40 ലക്ഷം രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും വെറുതെ പണം തുലച്ചുകളയുന്ന അനാസ്ഥയുടെ സ്മാരകമായി കമ്മ്യൂണിറ്റി ഹാൾ മാറിയിരിക്കുകയാണ്. കോവിഡിന് മുമ്പാണ് ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നത്. കോവിഡിന് ശേഷം ലോകം മുഴുവൻ ഉയർത്തെഴുന്നേറ്റിട്ടും ഈ സാംസ്കാരിക നിലയത്തിന് മാത്രം ഇതുവരെ മോക്ഷം ലഭിച്ചിട്ടില്ല. വേദിയുടെ ഒരു ഭാഗം ചോർന്നത് മൂലമാണ് 40 ലക്ഷം രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ പിന്നീട് എല്ലായിടത്തും ചോർച്ചയായി. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ മുഴുവൻ ഷീറ്റ് മാറ്റി പുതിയത് സ്ഥാപിച്ചെങ്കിലും പണിയിലെ പാളിച്ച മൂലമാണ് ചോർച്ച വ്യാപകമായത്. ഇതേ തുടർന്ന് വൈദ്യുതി സംവിധാനങ്ങൾ തകരാറിലായി. അറ്റകുറ്റപ്പണികൾ നടത്തിയതിലെ വീഴ്ച അന്വേഷിക്കണമെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ്. അപകടാവസ്ഥ അറിയാതെ കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് കേടുപറ്റിയിരുന്നു. പഞ്ചായത്തിന്റെ ഉപയോഗശൂന്യമായ വസ്തുക്കളും ഓഫീസ് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ തള്ളാനുമാണ് ഇവിടം ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിന്റെ കേടുപാടുകൾ തീർത്ത് തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് പഞ്ചായത്ത് ഭോജനശാല നവീകരിക്കാൻ ശ്രമം നടക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമായി നടത്തിയ കരാറുകാരനെ കൊണ്ട് തന്നെയാണ് ഭോജനശാലയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചേർപ്പന്റെ സാംസ്കാരിക മുദ്ര പതിഞ്ഞ കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടം ഇനി നവീകരണം നടത്തിയിട്ട് ഫലമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കെട്ടിടം പൊളിച്ചു നീക്കി പുതിയവ പണിയണമെന്ന ആവശ്യവും നാട്ടുകാർ പറഞ്ഞു. ഇല്ലെങ്കിൽ വീണ്ടും പണം തുലയ്ക്കാൻ ഇടവരുമെന്നും അവർ കരുതുന്നു.